2006 ഇറങ്ങിയ ഒരു ത്രില്ലർ സിനിമയാണ് ദ ബ്രീഡ്. വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി കുറച്ചു പേര് ഒരു ദ്വീപിൽ പോയി. എന്നാൽ ആ ദ്വീപ് മുഴുവൻ മനുഷ്യരെ തിന്നുന്ന ഭീകരമായ നായകളായിരുന്നു. അങ്ങനെ വെക്കേഷന് പോയവര് ആ ദ്വീപിൽ ട്രാപ്പ് ആയി പോയി. പിന്നെ അവരവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം. ബോട്ടിൽ സഞ്ചരിക്കുന്ന ഒരു കപ്പിളിന്റെ ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. അമിതമായിട്ട് മദ്യപിച്ചത് കാരണം അവര് വഴിതെറ്റി കടലിലൂടെ അലയുകയാണ്. അങ്ങനെ അലയുന്നതിനിടയിൽ അകലെ ഒരു ദ്വീപ് കണ്ടു. അപ്പോൾ അവിടെ ചെന്ന് ആരോടെങ്കിലും സഹായം തേടാമെന്ന് അവര് കരുതി. അങ്ങനെ ദ്വീപിൽ മറഞ്ഞിരിക്കുന്ന അപകടം തിരിച്ചറിയാതെ അവരാ ദ്വീപിൽ പോയി. അവൻ ബോട്ടിനെ ഒരിടത്ത് കെട്ടിയിടുന്ന സമയം അവള് ദ്വീപിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. മൊത്തം വനമല്ലാതെ ദ്വീപിൽ ഒന്നും തന്നെ കാണാനില്ല. കുറച്ചു ദൂരം ഉള്ളിലേക്ക് പോയപ്പോൾ ചുറ്റും വേലി കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഒരു ചെറിയ ബിൽഡിംഗ് കണ്ടു. അതിന്റെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവൾ ഉറക്കെ വിളിച്ചു നോക്കി. എന്നാൽ ആരെയും കണ്ടില്ല. അതുകൊണ്ട് അവൾ വീണ്ടും കാട്ടിലൂടെ നടന്നു. ഒരിടത്തെത്തിയപ്പോൾ മരങ്ങൾക്കിടയിൽ നിന്നും എന്തോ ഒരു മുരൾച്ച കേട്ടു. പേടിച്ചിട്ട് അവൾ വേഗം അവിടെ നോടി. ഇടയ്ക്കിടയ്ക്ക് അവൾ ബോയ് ഫ്രണ്ടിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. നിർഭാഗ്യവശാൽ അവൻ ഒരുപാട് അകലെ ആയതുകൊണ്ട് അവളുടെ ശബ്ദം കേട്ടില്ല. ഒടുവിൽ ആ ജീവി അവളെ ഓടിച്ചിട്ട് പിടികൂടി. എന്നിട്ട് അവളെയും കടിച്ചു വലിച്ചിഴച്ചുകൊണ്ട് ഇങ്ങോട്ടോ പോയി. അവള് ഉറക്കെ അലറി നിലവിളിച്ചു. എന്നിട്ടും അവളുടെ ബോയ് ഫ്രണ്ട് ആ ശബ്ദം കേട്ടില്ല. ഇതേ സമയം ഒരു സീപ്ലെയിനിൽ 5 പേര് ഇതേ ദ്വീപിലേക്ക് വരികയായിരുന്നു. ഇതിൽ മാറ്റും ജോണും സഹോദരങ്ങളാണ്. ഈ സഹോദരങ്ങളുടെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ട്സാണ് സാറയും നോവയും. നിക്കിയാണെങ്കിൽ മാറ്റിന്റെ ഗേൾഫ്രണ്ടാണ്. സഹോദരങ്ങളുടെ അങ്കിളിന് ഈ ദ്വീപിൽ കായലിന്റെ അരികിൽ ഒരു വീടുണ്ട്. ഇവര് ചെന്ന് ആ കായലിൽ ലാൻഡ് ചെയ്തു. സീപ്ലെയിനെ കായലിനരികിൽ തന്നെ കെട്ടിയിട്ടു. ശേഷം എല്ലാവരും കൂടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ കയറിപ്പോയി. ഇവര് തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും. സംഭവം പണ്ട് ഈ ദ്വീപിൽ ഒരുപാട് പേര് ജീവിച്ചിരുന്നു. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ എന്തോ കാരണത്താൽ എല്ലാവരും ദ്വീപ് വിട്ടുപോയി. ഇപ്പോ ഈ ദ്വീപിൽ ആൾതാമസമൊന്നുമില്ല. അതിനാൽ ആരുടെയും ശല്യമില്ലാതെ കുറച്ചു നാളുകൾ അവധി ആഘോഷിക്കാൻ വേണ്ടി ജോണാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത്. എന്തായാലും വീടിന്റെ തൊട്ടടുത്ത് ഒരു ഗാരേജുമുണ്ട്. അവിടെയാണ് ജനറേറ്റർ ഉള്ളത്. സഹോദരങ്ങൾ 2 പേരും കൂടെ ജനറേറ്റർ ഓൺ ചെയ്യാൻ ഗാരേജിലേക്ക് പോയി. അവിടെ അങ്കിളിന്റെ പഴയ കാറ് കിടക്കുന്നത് കണ്ടു. ഒരു കൗതുകം തോന്നി ജോൺ വെറുതെ കാറ് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അവരെ അതിശയിപ്പിച്ചുകൊണ്ട് കാറ് സ്റ്റാർട്ടായി. ശേഷം അവര് ജനറേറ്റർ ഓൺ ചെയ്തു. ഈ സമയം അപ്പുറത്ത് വീട്ടിൽ നിന്ന സാറ കറണ്ട് വന്ന സന്തോഷത്തിൽ തുള്ളിച്ചാടി. എന്നാൽ ഉടൻ തന്നെ കറണ്ട് പോവുകയും ചെയ്തു. ഒരുപക്ഷെ ഫ്യൂസ് അടിച്ചു പോയി കാണുമെന്ന് നോവയ്ക്ക് തോന്നി. അങ്ങനെ അവനും സാറയും ബേസ്മെന്റിൽ പോയി. അവിടെയാണ് ഫ്യൂസ് ബോക്സ് വെച്ചിരിക്കുന്നത്. ബേസ്മെന്റ് മൊത്തം ഇരുട്ടായതിനാൽ ഒരു ലൈറ്ററും കത്തിച്ചുകൊണ്ടാണ് പോകുന്നത്. പെട്ടെന്ന് ഒരു രാക്ഷസ രൂപം കണ്ട് നോവ ഞെട്ടിപ്പോയി. പക്ഷേ നോക്കിയപ്പോൾ അത് വെറും ഒരു ബൊമ്മയായിരുന്നു. പിന്നെ അവര് ഫ്യൂസ് ശരിയാക്കി. അങ്ങനെ കറണ്ട് വന്നു. അപ്പോഴാണ് ബേസ്മെന്റിൽ നിറയെ വൈൻ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടത്. നോവ അതിൽ നിന്നും 2 കുപ്പികൾ എടുത്തു. ശേഷം എല്ലാവരും കുറച്ചുനേരം കായലിൽ നീന്താൻ പോയി. മാറ്റ് അവിടെ വെച്ചും പഠിക്കുകയായിരുന്നു. ഇവൻ ശരിക്കും ഭയങ്കര പഠിപ്പിസ്റ്റാണ്. അതും പറഞ്ഞ് എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇവനെ കളിയാക്കുകയും ചെയ്യാറുണ്ട്. നീന്തൽ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്ന വഴിക്ക് അവർക്കൊരു പട്ടിക്കുട്ടിയെ കിട്ടി. അതിനെ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷം തോന്നി. ശേഷം രാത്രി ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ വൈൻ കുടിക്കാൻ തുടങ്ങി. നേരത്തെ കിട്ടിയ പട്ടിക്കുട്ടിയും ഇവരുടെ കൂടെയുണ്ട്. ഇടയ്ക്ക് ഒരു കാര്യവുമില്ലാതെ അത് നോവയെ നോക്കി കുരച്ചു. അപ്പോൾ ദേഷ്യം വന്ന നോവ അതിനെ വഴക്ക് പറഞ്ഞു. ഉടനെ അത് വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. സാറയ്ക്ക് ആ പട്ടിക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവൾ അതിനെയും തേടി ഇറങ്ങി. ജോണും അവളെ സഹായിക്കാൻ ഒപ്പം പോയി. കുറച്ചു നേരത്തെ തിരച്ചിലിനൊടുവിൽ അവര് പട്ടിക്കുട്ടിയെ കണ്ടെത്തി. സാറ ഓടിച്ചെന്ന് അതിനെ എടുക്കാൻ നോക്കിയതും പെട്ടെന്ന് വലിയൊരു പട്ടി അവളെ ആക്രമിക്കാൻ വേണ്ടി ചാടി വന്നു. ഉടൻ തന്നെ ജോൺ പട്ടിയെ തിരിച്ചാക്രമിച്ചു. അപ്പോൾ പട്ടി സാറയുടെ കാലിൽ കടിച്ചിട്ട് കുട്ടിയെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പിന്നെ ജോൺ സാറയെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നു. പട്ടിക്ക് ഒരുപക്ഷെ റാബീസ് എങ്ങാനും ഉണ്ടെങ്കിൽ അതിപ്പോൾ സാറയ്ക്കും കിട്ടിയിട്ടുണ്ടാകും. അതിനാൽ നമുക്ക് നാളെ തന്നെ തിരിച്ച് നാട്ടിൽ പോകാമെന്ന് നിക്കി പറഞ്ഞു. പക്ഷേ റാബീസ് ഉണ്ടെങ്കിലും ഉടൻ തന്നെ ചികിത്സ നൽകണമെന്നത് നിർബന്ധമല്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ ചികിത്സ കിട്ടിയാൽ മതി. അതുകൊണ്ട് നാളെ തന്നെ പോകുന്നതിന് പകരം 3-4 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ജോൺ ചോദിച്ചു. ജോൺ പറയുന്നത് ശരിയാണെന്ന് മാറ്റ് കൺഫേം ചെയ്തു. എന്നിരുന്നാലും കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കാതെ എത്രയും വേഗം ചികിത്സ കൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലതെന്നാണ് മാറ്റിന്റെയും അഭിപ്രായം. പക്ഷേ താൻ കാരണം ഫ്രണ്ട്സിന്റെ വെക്കേഷൻ കുളമാകുമെന്ന് കരുതി ജോൺ പറഞ്ഞതുപോലെ ചെയ്താൽ മതിയെന്ന് സാറ പറഞ്ഞു. അങ്ങനെ 4 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് അവര് തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം സാറ ഭയങ്കര തീവ്രമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണാം. അത് പട്ടി കടിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആയിരുന്നു. അവൾക്കിപ്പോൾ നല്ല ദേഷ്യവുമുണ്ട്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ ആണുങ്ങളും 3 പേരും കൂടെ അമ്പും വില്ലും ഒക്കെ എടുത്തുകൊണ്ട് വേട്ടയ്ക്ക് പോയി. പക്ഷേ കുറേ നേരം കാട്ടിലൂടെ അലഞ്ഞിട്ടും ഒരു ജീവിയെ പോലും അവർക്ക് കാണാൻ സാധിച്ചില്ല. ഇടയ്ക്ക് നോവ ഒറ്റയ്ക്ക് ഒരിടത്തിരുന്ന് ക്യാമറ ശരിയാക്കുകയായിരുന്നു. അതിനിടയിൽ സമീപത്ത് എവിടുന്നോ എന്തോ ജീവി മുരളുന്ന ശബ്ദം കേട്ടു. സെക്കൻഡുകൾക്കുള്ളിൽ കുറെ പട്ടികൾ വന്ന് അവന് ചുറ്റും കൂടി. എല്ലാ പട്ടികളും അവനെ നോക്കി മുരളുന്നുണ്ട്. പേടിച്ചിട്ട് അവൻ വേഗം സഹോദരങ്ങളുടെ പക്കലേക്ക് ഓടി. പട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ നീ വെറും പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞ് രണ്ടുപേരും നോവയെ കളിയാക്കി. എന്നാൽ അപ്പോഴാണ് അവിടെ ആദ്യം കണ്ട ബോയ് ഫ്രണ്ട് വന്നത്. അവന്റെ ദേഹം മൊത്തം മുറിവുകളാണ്. ഈ ദ്വീപ് മുഴുവൻ പട്ടികളാണെന്നും എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടണമെന്നും അവൻ പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും കുറെ നായകൾ വന്ന് അവനെ ആക്രമിച്ച് കൊന്നുകളഞ്ഞു. വെറുതെ കൊല്ലുക മാത്രമല്ല, പട്ടികളെല്ലാം കൂടെ അവനെ തിന്നാനും തുടങ്ങി. ഇത് കണ്ട് പേടിച്ചിട്ട് മറ്റു 3 പേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്താറായപ്പോൾ പെണ്ണുങ്ങളെയും കുറെ പട്ടികൾ ഓടിക്കുന്നത് കണ്ടു. പിന്നെ എല്ലാവരും വന്ന് വീട്ടിൽ കയറി. പക്ഷെ അതിനിടയിൽ ഒരു പട്ടി വന്ന് നിക്കിയുടെ കാലിൽ കടിച്ചു. ഭാഗ്യത്തിന് അവളുടെ ഷൂസിലാണ് കടി കിട്ടിയത്. അവളെ രക്ഷിക്കാൻ ജോൺ പട്ടിയെ അമ്പ് ചെയ്തു. പക്ഷെ അമ്പ് വന്ന് കൊണ്ടത് നിക്കിയുടെ കാലിലാണ്. ആ വേദനയിൽ അവൾ ഉറക്കെ അലറി. അലർച്ച കേട്ട് നായകൾ വരെ പേടിച്ചോടി. അങ്ങനെ അവര് രക്ഷപ്പെട്ടു. പിന്നെ അകത്ത് കയറിയ ശേഷം മാറ്റ് നിക്കിയുടെ കാലിൽ നിന്നും അമ്പ് വലിച്ചൂരി. എന്നിട്ട് മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. ഈ പട്ടികളെല്ലാം എവിടുന്നാണ് വന്നതെന്നോർത്ത് സാറ അത്ഭുതപ്പെട്ടു. അപ്പോഴാണ് ജോൺ ഒരു കാര്യം പറയുന്നത്. സംഭവം പണ്ട് ഈ ദ്വീപിൽ പട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. നേരത്തെ കണ്ട വേലി കെട്ടിയിരിക്കുന്ന ചെറിയ ബിൽഡിംഗ് ശരിക്കും ആ ഫെസിലിറ്റിയാണ്. ഒരിക്കൽ ആ ഫെസിലിറ്റിയിൽ ഒരു പട്ടിക്ക് എങ്ങനെയോ റേബീസ് പിടിപെട്ടു. അതിൽ നിന്നും ഫെസിലിറ്റിയിൽ ഉണ്ടായിരുന്ന എല്ലാ പട്ടികൾക്കും റേബീസ് കിട്ടി. അതോടെ ആ പട്ടികളെല്ലാം ഭയങ്കര വയലന്റ് ആയിട്ട് മാറി. പിന്നെ ആ പേപ്പട്ടികളെല്ലാം കൂടി ഫെസിലിറ്റിയിൽ നിന്നും രക്ഷപ്പെട്ടു. ദ്വീപിലുണ്ടായിരുന്ന കുറെ പേരെ ആ പട്ടികൾ കടിച്ചു കൊന്നു കളഞ്ഞു. അങ്ങനെ പേപ്പട്ടികളെ പേടിച്ചിട്ടാണ് ഈ ദ്വീപിൽ ജീവിച്ചിരുന്നവരൊക്കെ ഇവിടം വിട്ടു പോയത്. പക്ഷെ ഇതൊക്കെ പല വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ്. പേയ് പിടിച്ച പട്ടികളൊക്കെ ഇതിനോടകം വെച്ച് തന്നെ ചത്തുപോകേണ്ടതാണ്. അങ്ങനെ ഈ ദ്വീപ് ഇപ്പോൾ സേഫ് ആയി കാണുമെന്ന് കരുതിയിട്ടാണ് ജോൺ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി എല്ലാവരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇപ്പോഴാണ് പട്ടികളൊന്നും ചത്തിട്ടില്ലെന്ന കാര്യം ജോണിന് മനസ്സിലായത്. ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും അതിശയം തോന്നി. കാരണം നേരത്തെ ആക്രമിക്കാൻ വന്ന പട്ടികളൊക്കെ പേയ് പിടിച്ചതുപോലെയാണ് പെരുമാറുന്നത്. എന്നാൽ പേയ് പിടിച്ച പട്ടികളൊന്നും ഇത്രയും നാളുകൾ ജീവിച്ചിരിക്കുകയുമില്ല. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്നോർത്ത് എല്ലാവരും അമ്പരന്നു. ഒരുപക്ഷെ പേയ് പിടിക്കാത്ത കുറെ പട്ടികൾ രക്ഷപ്പെട്ട് കാണുമെന്നും ആഹാരമില്ലാതെ വന്നപ്പോൾ അതിജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവയൊക്കെ ഇങ്ങനെ വയലന്റ് ആയിട്ട് മാറിയതെന്നുമാണ് മാറ്റിന്റെ നിഗമനം. എന്ത് തന്നെയാണെങ്കിലും എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെന്നും അല്ലെങ്കിൽ അവയെല്ലാം കൂടെ നമ്മളെ കൊന്നു കളയുമെന്നും നോവ പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും പെട്ടെന്നൊരു പട്ടി ജനാലയും തകർത്തുകൊണ്ട് അകത്ത് കയറി വന്നു. എന്നിട്ടത് സാറയെ ആക്രമിക്കാൻ നിന്നതും ജോൺ ഓടി വന്ന് അതിനെ പിടിച്ചു. ദേഷ്യം വന്ന മാറ്റ് ഒരു കമ്പി എടുത്തുകൊണ്ട് വന്ന് പട്ടിയെ തലക്കടിച്ച് കൊന്നുകളഞ്ഞു. ഇനി എന്തായാലും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് എല്ലാവരും കൂടെ പോകാനിറങ്ങി. എന്നാൽ നോക്കിയപ്പോൾ സീപ്ലൈനിന്റെ സമീപത്ത് 2 പട്ടികൾ നിൽക്കുകയാണ്. അതിനാൽ പട്ടികൾ പോയ ശേഷം പുറത്തിറങ്ങാമെന്ന് കരുതി എല്ലാവരും തിരിച്ചു കയറി. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സീപ്ലെയിൻ വെള്ളത്തിലൂടെ ഒഴുകി പോകുന്നത് ജനാല വഴി കണ്ടു. പെട്ടെന്ന് പോയില്ലെങ്കിൽ പ്ലെയിൻ നഷ്ടമാകും. പിന്നെ അവർ ഈ ദ്വീപിൽ ട്രാപ്പായി പോകും. ഭാഗ്യത്തിന് പട്ടികളെ പരിസരത്തൊന്നും കാണാനില്ല. അതുകൊണ്ട് കൂടുതൽ സമയം കളയാതെ എല്ലാവരും കൂടെ വേഗം അങ്ങോട്ട് പോയി. ജോൺ ഓടിച്ചെന്ന് വെള്ളത്തിൽ ചാടി പ്ലെയിനെ ലക്ഷ്യമിട്ട് നീന്തി. ബാക്കി എല്ലാവരും കരയിൽ തന്നെ നിന്നു. നോക്കിയപ്പോൾ പ്ലെയിനെ കെട്ടിയിരുന്ന കയറ് പട്ടികൾ കടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുന്നത് നിക്കി ശ്രദ്ധിച്ചു. അത് ഇവരെ ഇവിടെ ട്രാപ്പിലാക്കാൻ വേണ്ടി പട്ടികൾ മനഃപൂർവ്വം ചെയ്തതുപോലെയാണ് നിക്കിക്ക് തോന്നിയത്. അതവള് മറ്റുള്ളവരോട് പറയുകയും ചെയ്തു. എന്നാൽ ഇങ്ങനെ കണ്ണിൽ കാണുന്നതൊക്കെ കടിച്ചു മുറിക്കുന്നത് പട്ടികളുടെ സ്വഭാവമാണെന്നും അല്ലാതെ ഇങ്ങനെ നമ്മളെ ട്രാപ്പിലാക്കാൻ മാത്രം ബുദ്ധി അവയ്ക്കില്ലെന്നും മാറ്റ് പറഞ്ഞു. ഈ സമയം ജോൺ കഷ്ടപ്പെട്ട് നീന്തി പ്ലെയിനിന്റെ അടുത്തെത്താറായി. അപ്പോഴാണ് പ്ലെയിനിന്റെ മറുവശത്തിൽ ഒളിച്ചിരുന്ന 2 പട്ടികളെ കണ്ടത്. സംഭവം നിക്കി കരുതിയതുപോലെ ഇത് യഥാർത്ഥത്തിൽ പട്ടികളുടെ ഒരു ട്രാപ്പ് ആയിരുന്നു. അത് തിരിച്ചറിഞ്ഞ ജോൺ വളരെ വേഗം തിരിച്ചു നീന്തി. ഉടനെ പട്ടികളും വെള്ളത്തിൽ ചാടി അവനെ ആക്രമിക്കാൻ വന്നു. അവസാനം അവൻ കരയിലെത്തിയതും ഒരു പട്ടിയും കരയിൽ കയറി വന്നു. നോവ അവന്റെയിലിരുന്ന ബേസ്ബോൾ ബാറ്റ് വെച്ച് ആ പട്ടിയെ അടിച്ച് വെള്ളത്തിലിട്ടു. പിന്നെ എല്ലാവരും കൂടെ വീണ്ടും ഓടിച്ചെന്ന് വീട്ടിൽ കയറി. പട്ടികളും തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് അവര് രക്ഷപ്പെട്ടത്. ശേഷം അവര് നേരത്തെ തല്ലിക്കൊന്ന പട്ടിയെ എടുത്ത് പുറത്തെറിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ ജനാലകളിലും വാതിലുകളിലുമൊക്കെ പലകകൾ അടിച്ചു വെച്ചു. അങ്ങനെ അവര് വീടിനെ കൂടുതൽ സുരക്ഷിതമാക്കി.
ഇനി പട്ടികൾക്ക് അത്ര എളുപ്പത്തിൽ അകത്ത് കയറി വരാൻ കഴിയില്ല. പിന്നെ നോവ എമർജൻസി സർവീസിനെ വിളിക്കാൻ നോക്കി, പക്ഷെ ഫോണിൽ സിഗ്നൽ കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് എല്ലാവരും ആകെ വിഷമത്തിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജോണിനൊരു ഐഡിയ തോന്നിയത്. എന്താണെന്നാൽ നേരത്തെ ഇവര് കണ്ട മനുഷ്യൻ എന്തായാലും ഒരു ബോട്ടിലോ സീപ്ലെയിനിലോ ആയിരിക്കും ഇവിടെ എത്തിയത്. അയാള് ദ്വീപിന്റെ നോർത്ത് ഭാഗത്തിൽ നിന്നും വന്നതായിരിക്കാനാണ് സാധ്യത. കാരണം ഇവര് സൗത്ത് ഭാഗത്തിലൂടെയാണ് വന്നത്. സൗത്തിൽ ഒരിടത്തും വേറെ ബോട്ടും സീപ്ലെയിനും ഒന്നും കിടക്കുന്നത് കണ്ടില്ല. അങ്ങനെയെങ്കിൽ നോർത്തിൽ അയാൾ വന്ന വാഹനം കാണും. അതിൽ കയറി ഇവിടുന്ന് രക്ഷപ്പെടാമെന്നാണ് ജോണിന്റെ പ്ലാൻ. അത് കേട്ടപ്പോഴാണ് മാറ്റ് മറ്റൊരു കാര്യം ഓർത്തത്. എന്താണെന്നാൽ നോർത്തിലാണ് നേരത്തെ പറഞ്ഞ ഫെസിലിറ്റി ഉണ്ടായിരുന്നത്. ആ ഫെസിലിറ്റിയിൽ തീർച്ചയായും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഉണ്ടായിരിക്കുമെന്നാണ് മാറ്റിന്റെ നിഗമനം. അങ്ങനെയെങ്കിൽ അയാൾ വന്ന വാഹനം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും നോർത്തിൽ പോയാൽ കുറഞ്ഞപക്ഷം ഫെസിലിറ്റിയിലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഉപയോഗിച്ച് എമർജൻസി സർവീസിനെ കോൺടാക്ട് ചെയ്യാനെങ്കിലും സാധിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്നാണ് മാറ്റിന്റെയും അഭിപ്രായം. പക്ഷെ അവിടം വരെ എങ്ങനെ പോകുമെന്നതാണ് പ്രശ്നം. നമുക്ക് ഗാരേജിൽ കണ്ട കാർ എടുക്കാമെന്ന് ജോൺ പറഞ്ഞു. അങ്ങനെ ആണുങ്ങൾ 3 പേരും കൂടെ പുറത്തിറങ്ങി. പക്ഷെ നോക്കിയപ്പോൾ നേരത്തെ പുറത്ത് വലിച്ചെറിഞ്ഞ പട്ടിയുടെ ശരീരത്തിനെ കുറെ പട്ടികൾ വന്ന് കടിച്ചു കയറി തിന്നുകയാണ്. ഇപ്പോ എന്തായാലും പുറത്തിറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവര് തിരിച്ചു കയറിപ്പോയി. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പുറത്ത് കപ്പയും കയറുമൊക്കെ ഇരിക്കുന്നത് മാറ്റ് കണ്ടത്. വീടും ഗാരേജും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കേബിളുമുണ്ട്. അപ്പോൾ ആ കപ്പ ഉപയോഗിച്ച് കേബിളിലൂടെ ഗാരേജിലെത്താൻ കഴിയുമെന്ന് മാറ്റിന് തോന്നി. കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അവൻ പുറത്തു ചെന്ന് ആ കപ്പിയെടുത്തു. പട്ടികൾ ലഞ്ച് കഴിക്കുന്നതിനിടയിൽ മാറ്റിനെ ശ്രദ്ധിച്ചില്ല. ശേഷം അവൻ കപ്പയും കൊണ്ട് മുകളിലത്തെ നിലയിൽ പോയി. എന്നിട്ട് ഗാരേജുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന കേബിളിൽ കപ്പി കണക്ട് ചെയ്തു. ഇനി ഈ കപ്പിയിൽ തൂങ്ങി ഗാരേജിലേക്ക് പോകാമെന്നാണ് മാറ്റിന്റെ പ്ലാൻ. പക്ഷെ ഈ കേബിൾ അത്രത്തോളം ശക്തമല്ല. വെയിറ്റ് കൂടിയവര് പോയാൽ ഒരുപക്ഷെ കേബിള് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പോകാമെന്ന് നിക്കി പറഞ്ഞു. അത് ശരിയാണെന്ന് മാറ്റിനും തോന്നി. അങ്ങനെ നിക്കി കപ്പയിൽ തൂങ്ങി ഗാരേജിലെത്തി. അവള് പോകുന്നത് കണ്ട് പട്ടികളൊക്കെ ഓടി ഗാരേജിന് ചുറ്റും കൂടി. ഗാരേജിലെത്തിയതും അവൾ ചെന്ന് കാർ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. നിർഭാഗ്യവശാൽ അത് സ്റ്റാർട്ട് ആകുന്നില്ല. സ്വാഭാവികം. ഈ സമയം പട്ടികളെല്ലാം കൂടെ ഗാരേജിന്റെ വാതില് തള്ളി തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു. അകത്ത് നിക്കി പല രീതിയിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ ഒരു രക്ഷയുമില്ല. പെട്ടെന്ന് പട്ടികളെല്ലാം കൂടെ അകത്ത് കയറി വന്നു. അവൾ ഉടനെ കാറിന്റെ സൺറൂഫിലൂടെ ഗാരേജിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറി. എന്നിട്ട് ഓടി വന്ന് കപ്പിയിൽ തൂങ്ങിക്കിടന്നു. അപ്പോൾ മാറ്റും നോവയും കൂടെ അവളെ വീട്ടിലേക്ക് പിടിച്ചു വലിച്ചു. താഴെ പട്ടികൾ അവളെ കടിക്കാൻ വേണ്ടി കിടന്ന് ചാടുകയാണ്. ജോൺ പെട്ടെന്ന് അമ്പെയ്ത് ആ പട്ടികളെയൊക്കെ കൊന്നുകളഞ്ഞു. അങ്ങനെ അവളെ രക്ഷപ്പെടുത്തി. ശേഷം രാത്രിയായപ്പോൾ ഇടയ്ക്ക് കറണ്ട് പോയി. അത് ഫ്യൂസിന്റെ പ്രശ്നമായിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ നോവ ഫ്യൂസ് ശരിയാക്കാൻ ബേസ്മെന്റിൽ പോയി. അവൻ ഒറ്റയ്ക്കാണ് പോയത്. ബേസ്മെന്റിൽ ചെന്നപ്പോൾ തന്നെ അവിടെ എന്തോ ശബ്ദം കേട്ടു. ബേസ്മെന്റില് പുറത്തു കടക്കാനുള്ള ചെറിയൊരു വാതിലുണ്ടായിരുന്നു. നോക്കിയപ്പോൾ അത് തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ബേസ്മെന്റിൽ പട്ടി കയറിയിട്ടുണ്ടെന്ന് നോവയ്ക്ക് മനസ്സിലായി. പക്ഷെ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ ഒളിച്ചിരുന്ന പട്ടികൾ ചാടി വന്ന് അവനെ ആക്രമിച്ചു. അവന്റെ നിലവിളി കേട്ട് സഹോദരങ്ങൾ ഓടി വന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും പട്ടികൾ നോവയെ കൊന്നുകഴിഞ്ഞു. സഹോദരങ്ങളെ കണ്ടതും പട്ടികൾ അവരെയും ആക്രമിക്കാൻ ഓടി വന്നു. ജോൺ പെട്ടെന്ന് ബേസ്മെന്റിന്റെ വാതിൽ അടച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാൽ പുറത്ത് വേറെയും കുറെ പട്ടികൾ വീട്ടിനകത്ത് കയറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജനാലകളിൽ തറച്ചു വെച്ച പലകളൊക്കെ പട്ടികൾ കടിച്ചിളക്കുകയാണ്. ഇനിയും അധിക നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിനാൽ 4 പേരും കൂടെ മുകളിലത്തെ നിലയിൽ കയറാൻ വേണ്ടി ഓടി. അപ്പോഴേക്കും കുറെ പട്ടികൾ ജനാലയും തകർത്ത് അകത്ത് കയറി വന്നു. അതിലൊരു പട്ടി മാറ്റിനെ ആക്രമിച്ചു. മാറ്റിന് ഒരു കടിയും കിട്ടി. ഭാഗ്യത്തിന് ജോൺ ഓടി വന്ന് പട്ടിയെ തള്ളി മാറ്റി. എന്നിട്ട് മാറ്റിനെയും കൊണ്ട് മുകളിൽ കയറിപ്പോയി. ഒരു ഏണിയിലൂടെയാണ് മുകളിലത്തെ നിലയിൽ കയറേണ്ടത്. അതിനാൽ മുകളിൽ കയറിയ ഉടനെ അവര് ഏണിയെ വലിച്ച് മുകളിൽ കയറ്റി. ഇനി പട്ടികൾക്ക് മുകളിൽ കയറാൻ സാധിക്കില്ല. അങ്ങനെ തൽക്കാലത്തേക്ക് അവരെ രക്ഷപ്പെട്ടു. പിന്നെ നിക്കി മാറ്റിന്റെ മുറിവുകളൊക്കെ വച്ച് കെട്ടിക്കൊടുത്തു. ഈ സമയം പട്ടികൾ താഴത്തെ നിലയിൽ അഴിഞ്ഞാടുകയായിരുന്നു. അവിടെയുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവ കടിച്ച് നശിപ്പിച്ചു. ശേഷം അടുത്ത ദിവസം രാവിലെ താഴെ പട്ടികളുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങൾ താഴെ ഇറങ്ങി നോക്കി. പട്ടികളെ ഒന്നും ഒരിടത്തും കാണാനില്ല. ഇനി എന്തായാലും ഇവിടെ നിൽക്കാൻ കഴിയില്ല. എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. അതിനാൽ സഹോദരങ്ങള് വേഗം ഗാരേജിൽ പോയി. മാറ്റ് ഇപ്പോൾ ഭയങ്കര ധൈര്യശാലിയെ പോലെയാണ് പെരുമാറുന്നത്. അവനിപ്പോൾ നല്ല ദേഷ്യവുമുണ്ട്. അത് നേരത്തെ സാറയ്ക്ക് സംഭവിച്ചതുപോലെ പട്ടികടി ഏറ്റതിന്റെ സൈഡ് എഫക്റ്റ് ആണ്. എന്തായാലും ജോൺ വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ സ്റ്റാർട്ട് ആകുന്നില്ല. പിന്നെ മാറ്റ് വണ്ടിയെ കുറെ ദൂരം തള്ളി. അപ്പോഴാണ് സ്റ്റാർട്ട് ആയത്.
ഉടനെ വണ്ടിയുടെ ശബ്ദം കേട്ട് കുറെ പട്ടികൾ ഓടി വന്നു. ഇത്രയും പട്ടികൾ ഉള്ളപ്പോൾ വീട്ടിൽ ചെന്ന് മറ്റു രണ്ടുപേരെയും കൂടെ വണ്ടിയിൽ കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് പട്ടികളെ വീട്ടിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവര് വളരെ വേഗം അകലേക്ക് വണ്ടി ഓടിച്ചു. അപ്പോൾ പട്ടികളും അവരുടെ പിന്നാലെ പോയി. ഇടയ്ക്ക് മാറ്റ് വണ്ടിയുടെ മുകളിൽ കയറി ഇരുന്നിട്ട് ജോണിന്റെ അമ്പും വില്ലും എടുത്ത് പട്ടികളെ കൊല്ലാൻ നോക്കി. പക്ഷെ മുന്നിലൂടെ ഒരു പട്ടി വണ്ടിയിലേക്ക് ചാടി കയറാൻ വന്നതിനാൽ ജോണിന് പെട്ടെന്ന് വണ്ടി വെട്ടിച്ച് തിരിക്കേണ്ടി വന്നു. അത് കാരണം മാറ്റിന്റെയിൽ ഇരുന്ന അമ്പും വില്ലും തെറിച്ചുപോയി. പിന്നെ മാറ്റും അകത്ത് കയറിയിരുന്നു. അപ്പോൾ മറ്റൊരു പട്ടി ജനാല വഴി ചാടി അകത്ത് കയറി വരാൻ നോക്കി. മാറ്റ് അതിനെ അകത്ത് കയറി വരാതെ പിടിച്ചു വെച്ചിരുന്നു. ജോൺ ആണെങ്കിൽ ഒരു പോസ്റ്റിനോട് ചേർത്ത് വണ്ടി കൊണ്ടുപോയി. അങ്ങനെ ആ പോസ്റ്റിലിടിച്ച് പട്ടി പടമായി. ശേഷം അവര് കുറെ ദൂരം വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു. എന്നിട്ട് മറ്റൊരു വഴിയിലൂടെ തിരിച്ച് വീട്ടിൽ പോയി. പട്ടികൾ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ എത്തും. അതുകൊണ്ട് മറ്റു രണ്ടുപേരോടും പെട്ടെന്ന് വന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞു. നിക്കി ആദ്യമേ വന്ന് വണ്ടിയിൽ കയറി. പക്ഷേ പ്രതീക്ഷ നഷ്ടപ്പെട്ട സാറ പുറത്തു വരാതെ മുകളിൽ തന്നെ ഇരുന്നു. അതിനാൽ ജോൺ അവളെ ചെന്ന് വിളിക്കാൻ പോയി. ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടില്ല. നമ്മൾ ഇവിടെ ട്രാപ്പ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ ഓടാൻ എനിക്ക് വയ്യ എന്നൊക്കെയാണ് സാറ പറയുന്നത്. ജോൺ പലതും പറഞ്ഞ് അവളുടെ മനസ്സ് മാറ്റാൻ നോക്കി. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും അവള് പോകാൻ കൂട്ടാക്കിയില്ല. അതിനിടയിൽ അവിടെ ഒരു പട്ടിയും കയറി വന്നു. അപ്പോൾ ഞാൻ ഈ പട്ടിയെ നേരിടാം, ആ തക്കത്തിൽ നീ രക്ഷപ്പെട്ടോളൂ എന്ന് സാറ പറഞ്ഞു. വേറെ നിവർത്തിയില്ലാതെ ജോൺ താഴെ ചാടി രക്ഷപ്പെട്ടു. സാറയാണെങ്കിൽ പട്ടിയുമായിട്ട് ഫൈറ്റ് ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും പട്ടിയെ കൊല്ലാൻ പറ്റുന്നില്ല. അവസാനം അവള് പട്ടിയെ താഴെ തള്ളിയിടാൻ നോക്കി. എന്നാൽ അതിന്റെ കൂടെ അവളും ചെന്ന് താഴെ വീണു. ഒരു കൂർത്ത കമ്പനി മുകളിലാണ് ചെന്ന് വീണത്. അങ്ങനെ അത് കുത്തിക്കേറി അവളും പട്ടിയും പടമായി. പിന്നെ ബാക്കി 3 പേരും കൂടെ വണ്ടിയും എടുത്തോണ്ട് വേഗം ഫെസിലിറ്റിയിലേക്ക് പോയി. ആ സമയം കുറെ പട്ടികൾ ചേർന്ന് സാറയെ കടിച്ചു കീറി തിന്നുകയായിരുന്നു. മറ്റു 3 പേരും കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഫെസിലിറ്റിയിലെത്തി. അവര് വേലി ചാടി ഫെസിലിറ്റിയിൽ പ്രവേശിച്ചു. അകത്ത് കയറിയപ്പോൾ ഇതൊരു ട്രെയിനിങ് ഫെസിലിറ്റി അല്ലെന്ന കാര്യം അവർക്ക് ബോധ്യമായി. പിന്നെ ചില ഫയൽസ് പരിശോധിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. സംഭവം ഇത് യഥാർത്ഥത്തിൽ ഒരു ലാബാണ്. ഇവിടെ ശരിക്കും പട്ടികളിൽ പരീക്ഷണം നടത്തുകയാണ് ചെയ്തിരുന്നത്. പട്ടികളെ കൂടുതൽ ഇന്റലിജന്റ് ആക്കാനും കൂടുതൽ അഗ്രസീവ് ആക്കാനും വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളായിരുന്നു അത്. അവയെ മിലിറ്ററിയുടെ ആയുധങ്ങളാക്കാനായിരുന്നു റിസർച്ചേഴ്സിന്റെ പ്ലാൻ. പട്ടികൾക്ക് റാബീസ് പിടിപെട്ടു എന്നൊക്കെ പറഞ്ഞത് വെറും നുണക്കഥകളായിരുന്നു. ഒരു പരിധിയിൽ കവിഞ്ഞ് ബുദ്ധിശക്തിയും ദേഷ്യവും കൂടിയപ്പോൾ അവയെല്ലാം തീരെ അനിയന്ത്രിതമായിട്ട് മാറി. പിന്നെ അവ റിസർച്ചേഴ്സിന്റെ പരിധിയിൽ നിൽക്കില്ലെന്ന് തോന്നിയതിനാൽ ഇവയെ മൊത്തത്തിൽ അങ്ങ് കൊന്നുകളയാൻ റിസർച്ചേഴ്സ് തീരുമാനിച്ചു. പക്ഷേ ബുദ്ധി വളരെ കൂടുതലായതിനാൽ കൊല്ലാൻ പോവുകയാണെന്ന കാര്യം പട്ടികൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അവ വയലന്റ് ആയിട്ട് ഫെസിലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ആയത്. ഫെസിലിറ്റിയിൽ നിന്ന് പുറത്തു വന്ന ശേഷം പിന്നെ അവ കണ്ണിൽ കണ്ടതിനെല്ലാം വേട്ടയാടാൻ തുടങ്ങി. ഈ ദ്വീപിൽ വേറെ ജീവികളൊന്നുമില്ലാത്തത് ഈ പട്ടികൾ എല്ലാത്തിനെയും വേട്ടയാടി തിന്നതുകൊണ്ടാണ്. ബുദ്ധിയുള്ളതിനാൽ മനുഷ്യർക്കും ഇവയെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് എല്ലാവരും ഈ ദ്വീപിനെ ഉപേക്ഷിച്ച് പോയത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്. എന്തായാലും കൂടുതൽ സമയം കളയാതെ 3 പേരും വേഗം കമ്മ്യൂണിക്കേഷൻ റൂമിൽ പോയി. പക്ഷെ അവിടെ റേഡിയോ വർക്കാകുന്നില്ല. നോക്കിയപ്പോൾ പുറത്തെ ടവറിലെ ഒരു കേബിള് ഡിസ്കണക്റ്റഡ് ആയിട്ട് കിടക്കുകയാണ്. അതിനെ കണക്ട് ചെയ്താലേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് വർക്കാവുകയുള്ളൂ. അങ്ങനെ ജോൺ പുറത്തിറങ്ങിപ്പോയി. എന്നിട്ട് ടവറിന് മുകളിൽ വലിഞ്ഞു കയറിയപ്പോൾ കുറച്ചകലെയായിട്ട് ഒരു ബോട്ട് കിടക്കുന്നത് കണ്ടു. അത് ആദ്യം കണ്ട കപ്പിൾ വന്ന ബോട്ടാണ്. പിന്നെ അവൻ കേബിൾ കണക്ട് ചെയ്തു. നിക്കി പെട്ടെന്ന് ചെന്ന് റേഡിയോ ഓൺ ചെയ്ത് നോക്കി. പക്ഷേ നിർഭാഗ്യവശാൽ ഷോർട്ട് സർക്യൂട്ട് കാരണം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിന്റെ വയേഴ്സിൽ തീ പിടിച്ചു. അത് കാരണം ടവറിൽ നിന്ന് ജോൺ ഷോക്ക് അടിച്ച് താഴെ വീണു. ഭാഗ്യത്തിന് അവന് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ പട്ടികളെത്തി. വേലിയുടെ അടിഭാഗം തുരന്ന് അവ ഉള്ളിൽ കയറി വന്ന് ജോണിനെ ആക്രമിക്കാൻ തുടങ്ങി. ഉടനെ മാറ്റ് ഓടി വന്ന് പട്ടികളുമായിട്ട് ഫൈറ്റ് ചെയ്തു. കുറെ പട്ടികൾ അകത്തും കയറിപ്പോയി. അകത്ത് ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായ നിക്കി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസ് നിറച്ച ഒരു സിലിണ്ടർ തുറന്നുവിട്ടു. ഓൾറെഡി അകത്ത് തീ പിടിച്ചിരിക്കുന്നതിനാൽ ഗ്യാസ് തുറന്നുവിട്ടതും ഒരു വലിയ പൊട്ടിത്തെറിയുണ്ടായി. അങ്ങനെ അകത്ത് കയറിയ എല്ലാ പട്ടികളും ഫ്രൈ ആയി. ഇവിടെ പുറത്ത് സഹോദരങ്ങൾ ഇപ്പോഴും പട്ടികളുമായിട്ട് ഫൈറ്റിംഗ് ആണ്. ഫെസിലിറ്റി പൊട്ടിത്തെറിച്ചത് കണ്ട് നിക്കിയെ ഓർത്ത് മാറ്റിന് സങ്കടമായി. എന്നാൽ അപ്പോഴാണ് നിക്കി കാറും കൊണ്ട് വന്നത്. നേരത്തെ അവൾ ഒരു ചെറിയ കമ്പാർട്ട്മെന്റിൽ കയറി ഒളിച്ചിരുന്നത് കൊണ്ട് പൊട്ടിത്തെറിയിൽ നിന്നും അവള് രക്ഷപ്പെട്ടു. വന്ന പാടെ അവള് കുറെ പട്ടികളെ വണ്ടി ഇടിച്ച് കൊന്നുകളഞ്ഞു. സഹോദരങ്ങളും ഓടി വണ്ടിയിൽ കയറി. പിന്നെ 3 പേരും കൂടെ ബോട്ടിനെ ലക്ഷ്യമിട്ട് പാഞ്ഞു. വണ്ടി ഒരിടത്തും നിർത്താൻ കഴിയാത്തതിനാൽ നേരെ ബോട്ടിന് സമീപം വെള്ളത്തിൽ കൊണ്ട് ചാടിച്ചു. എന്നിട്ട് വണ്ടിയിൽ നിറങ്ങി നീന്തി ബോട്ടിൽ കയറി. അങ്ങനെ അവസാനം അവരെ രക്ഷപ്പെട്ടു. പട്ടികളെല്ലാം അവരെയും നോക്കി ദേഷ്യത്തിൽ കരയിലിരിക്കുന്നത് കാണാം. കുറെ നേരം കഴിഞ്ഞ് അവർ കടലിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ ജോൺ ബോട്ടിന്റെ ഒരു കമ്പാർട്ട്മെന്റ് തുറന്നു നോക്കിയപ്പോൾ അവര് ഞെട്ടിപ്പോയി. കാരണം അതിനകത്തൊരു പട്ടിയുണ്ടായിരുന്നു. പെട്ടെന്നത് ജോണിനെ കടിക്കാൻ ചാടി വന്നു. ആ രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.